നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ടിക്കറ്റും രേഖകളും ആവശ്യപ്പെട്ടു ശീതളപാനീയ കച്ചവടക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്നും എടുത്തു ചാടി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിൽ എത്തിയപ്പോഴാണ് വേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും യുവാവ് ചാടിയത്. തെന്നൽ സ്വദേശിയെ ആക്രമിച്ച് 1.9 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയവരുടെ സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. കൊട്ടേഷൻ നൽകിയ തിരൂർ ബി.പി. പോത്തഞ്ചേരി ഷാജഹാൻ, കൂരിയാട് ഏരിയാടൻ വീട്ടിൽ സാദിഖ് അലി എന്നിവരുടെ തിരൂരിലെയും വേങ്ങരയിലും ധനകാര്യ സ്ഥാപനങ്ങളിലാണ് താനൂർ പോലീസ് റെയ്ഡ് നടത്തിയത്. നട്ടെല്ല് തകർന്ന് പരിക്കുമായി റോഡിൽ ഇഴഞ്ഞു നീങ്ങിയ തെരുവ് നായയ്ക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഇടപെടലിൽ പരിചരണം. തിരൂർ പോലീസ് സ്റ്റേഷനിലെ ASI പ്രീതയാണ് അവശയായ തെരുവ് നായയ്ക്ക് സഹായവുമായി എത്തിയത്. സരസ്വതി ടീച്ചർക്ക് ആദരവ് നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. പരിയാവരം കോവളത്തെ സരസ്വതി ടീച്ചറുടെ വസതിയിലെത്തിയാണ് യൂണിയൻ ഭാരവാഹികൾ ആദരവ് നൽകിയത്. വെട്ടം പഞ്ചായത്തിലെ ഇല്ലത്തപ്പടി വെൽഫെയർ പാർട്ടി വാർഡ് കമ്മിറ്റി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്തു. വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം P. നന്ദകുമാർ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷനായി. തിരുനാവായ പഞ്ചായത്തിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ മാർച്ചും ഉപവാസവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം E. അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. മുക്കുത്തല P. ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം P. നന്ദകുമാർ MLA നിർവഹിച്ചു. 3 കോടി രൂപ ചെലവിലാണ് 200 മീറ്റർ നീളമുള്ള സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചത്. അരിക്കാഞ്ചിറ കാഞ്ഞിരക്കുറ്റിയിൽ കോഴിക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി. കാഞ്ഞിരക്കുറ്റിയിലെ പള്ളിപ്പറമ്പിൽ സെക്കീനയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പ് കയറിപ്പറ്റിയത്. സ്നേക് മാസ്റ്റർ മുസ്തഫ തിരൂരെത്തി മലമ്പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് വിഭാഗത്തിന് കൈമാറി. മൂല്യബോധവും ദൈവിക ചിന്തയുമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് താനൂർ മണ്ഡലം MGM സ്റ്റുഡന്റ് വിംഗ് പ്രവർത്തക സംഗമം അഭിപ്രായപ്പെട്ടു. സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചൈനാസ് ഉദ്ഘാടനം ചെയ്തു. കാവിലക്കാടിനെയും പടിഞ്ഞാറക്കരയും ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്കാര കലാ സാംസ്കാരിക വേദി ഓണം സല്ലാപം എന്ന പേരിൽ തിരൂർ ഗ്രേസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുടുംബസംഗമം, ഓണപ്പാട്ടുകൾ, സംഗീത സായാഹ്നം എന്നിവ അരങ്ങേറി. തിരൂർ ടൗൺ ടീം നബിദിനാഘോഷം സംഘടിപ്പിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള ഓട്ടോ തൊഴിലാളികളുടെ സംഘടനയാണ് തിരൂർ ടൗൺ ടീം. പരിപാടി നഗരസഭാ അധ്യക്ഷ AP നസീം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.